ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വളരെ സൗമ്യനായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു പൊതുസമ്മേളനം നടത്തി കോന്നി വെച്ചിട്ട്. അപ്പൊ ഈ പരിപാടിയുടെ ഇടയിൽ ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ CMA ഒരു ക്വസ്റ്റ്യൻ എന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയം നമ്മുടെ സൗമ്യ സ്വഭാവമുള്ള എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്ന മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എപ്പിക് ഡയലോഗാണ്. കടക്ക് പുറത്ത് എന്ന് പറയുന്ന എപ്പിക് ഡയലോഗിന് ശേഷം ഈ ഒരു ഡയലോഗ് നിലകൊള്ളും കുറച്ച് നാളത്തേക്കെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോ ഒന്ന് വെക്കാം. അത് മുഖ്യമന്ത്രി പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. മുഖ്യമന്ത്രി ഒരു ചോദ്യം അതിന്റെ വീട്ടിൽ പോയി ചോദിച്ച ഏതെങ്കിലും മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്? ആ ചോദിച്ചവൻ ആരായി? എന്തുവാണ് ഇത്? ഇത്രയും സൽസ്വഭാവി, ഒട്ടും പുച്ഛമില്ലാത്ത, ഒട്ടും അഹങ്കാരമില്ലാത്ത, ജനങ്ങളെ പൊന്നുപോലെ നോക്കുന്ന, പാർട്ടിക്കാരെ പോലും അല്ല നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കിട്ടിയതിൽ അല്ല തലയിൽ ചുമക്കേണ്ടി വന്നതിൽ നമ്മൾ അഭിമാനം, കേരളക്കാർ അഭിമാനം കൊള്ളുന്നു. പാർട്ടിക്കാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ ഈ ചോദിച്ച ആളെ കിട്ടിയിട്ടുണ്ട്. കോന്നി അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശി ദാസ് പി ജോർജ് എന്ന പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. അതാ പറഞ്ഞേ, ദാസ് പി ജോർജ് സ്വന്തം പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പൊ വിലയില്ലാതായില്ലേ? കഷ്ടം തന്നെ. എനിക്ക് തോന്നുന്നു CM തോക്കും ഉറപ്പായപ്പോഴത്തേക്ക് സമനില തെറ്റി എങ്ങാണ്ട് നിന്നേന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര സൗമ്യനായിട്ടുള്ള CM ഇങ്ങനെ സംസാരിക്കത്തില്ല. നമുക്കറിയാവുന്നതാണല്ലോ CMന്റെ സ്വഭാവം. വളരെ ശാന്തസ്വരൂപനാണ്. എന്താണെങ്കിലും ദാസ് പി ജോർജിന് എന്താണ് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം. മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചയാൾ കോന്നിയിൽ ഇന്നലെ പരിപാടിയിൽ CPMന്റെ LDFന്റെ കൺവെൻഷനിൽ വെച്ചായിരുന്നു, പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത് ദാസ് പി ജോർജ് ആണ്, അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. പോട്ടെ ഏട്ടാ, സാരിയില്ല കേട്ടാ. ഇതിനേക്കാൾ വലുതേതോ വരാതിരുന്നയാ ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചോ? എന്തായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം? അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പുള്ളിക്ക് ഇപ്പോഴും ആ ഒരു വിറയില് മാറിയിട്ടില്ല. പാർട്ടിക്കാര് പിടിച്ച് വരട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ ഒരു കാര്യം പറയും, അതുപോലെ നീ അങ്ങ് പറഞ്ഞിട്ടാ മതി, എല്ലാ കുറ്റവും നീ അങ്ങ് ഏറ്റെടുത്തോണം എന്ന് വിറപ്പിച്ചെന്ന് തോന്നുന്നു. ആ ഒരു വിറയില് സംസാരത്തിലുണ്ട്. പിന്നെ ഫണ്ട് മുഖ്യമന്ത്രി സംസാരിച്ച ഇതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉത്തരം കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. ആ സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഈ കുറ്റവും പുള്ളി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ദാസ് പി ജോർജ് തന്നെ എന്റെ കുറ്റമാണ്, മുഖ്യമന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്റെ മാത്രം കുറ്റമാണ്, പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നത്തെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, കുഴപ്പമില്ല, കിട്ടിയ കൂട്ടം അവിടെ ഇരിക്കേട്ടോ. വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റാണത്. പാർട്ടി പ്രവർത്തകനാണല്ലേ? അതെ, ഞാൻ CPMന്റെ പ്രവർത്തനമാണ്. സർട്ടിഫൈഡ് അടിമ. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ആ സൗണ്ടൊക്കെ പുള്ളിയുടെ തന്നെ ഇടറി വരുക. തിരുത്തി പറയാനും പറ്റത്തില്ല. തിരുത്തി പറഞ്ഞ ഇടി കിട്ടുവേ. സ്വന്തം ഒപ്പീനിയൻ പറയാനുള്ള അവകാശമൊന്നുമില്ല. പുള്ളിയുടെ മുഖത്ത് തന്നെ നല്ല വിഷമമുണ്ട്. എന്നിട്ടും സ്വന്തം കുറ്റം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്റെ പൊന്നിയായിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നതിലും വേഗം പാർട്ടി വിട്ട് ഇറങ്ങി വേറെ എങ്ങോട്ടേലും പോകുന്നതാ. എന്തിനിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം ഈ പാർട്ടിയിൽ? പുള്ളി ചോദിച്ച വലിയ അപരാധമൊന്നും അല്ല. ആ സമയത്ത് വേണമെങ്കിൽ മാന്യമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് ചോദിക്കുമെന്ന് പറയാം. അല്ലാതെ ഇങ്ങനെയൊക്കെയാണോ ഒരു മറുപടി കൊടുക്കണ്ടേ? അത് ഒരു സ്റ്റേറ്റിന്റെ CM ആയിട്ടിരിക്കുമ്പോൾ. ഇതിന് സിമിലർ ആയിട്ടുള്ള കേസ് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നൊരു പെൺകൊച്ച് സെൽഫി എടുക്കാനെന്ന് വന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് വെക്കാം. അതും ഈ സെയിം പാറ്റേൺ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുംഭിക്കൽ കടവിൽ നിന്ന് 4 ബസ്
പെങ്കൊച്ച് ഫോണുമായിട്ട് മുന്നോട്ട് വരുന്നു, CM എന്തോ പറയുന്നു, പെണ്ണ് തിരിഞ്ഞു പോകുന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഈ സാധനം ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. ഇവര് സെൽഫി എടുക്കാൻ വന്ന സമയത്ത് CM ആട്ടി ഓടിച്ചു എന്നുള്ള തരത്തിലൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെയും സ്വയം കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ക്യാപ്സ്യൂളിനി വന്നു എന്നുള്ളതാണ്. എന്താണ് ആ ക്യാപ്സ്യൂളിനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഈ മുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ പരിചിതമാണ്. ഇത് ആതിര ഗ്രേസ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളറട ഡിവിഷനിലെ CPIMന്റെ പ്രതിനിധിയായി വിജയിച്ച ആളാണ്. ഇന്നലെ അമ്പൂരിയിലെ ഒരു പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ കണ്ടിട്ടാകും. ആ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ കാണുന്നത് പോലെ ഒന്നുമല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സെൽഫി എടുക്കാൻ പോയതും അല്ല, ഫോൺ കോൾ വന്നു. ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു. തിരക്കായിരുന്നു CMന്. വേറെ ഒരു വിവാദമായിട്ടോ അതിനൊരു മറ്റു രീതിയിൽ വളച്ചൊടിക്കാൻ, അതായത് ആതിര സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുകയൊന്നും അല്ല ഇല്ല. ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. അതില് ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഇരുന്നത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണയിലോട്ട് അങ്ങനെ സംസാരിക്കാൻ ഒരു നിവേദനം നമ്മുടെ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് മുന്നേ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ആ നിവേദനം പറ്റിയിട്ട് ഒരു നിവേദനം എന്റെ തരുന്നു. അതിനെ പറ്റി ഞാൻ സംസാരിക്കാനായിട്ട് പോയതായിരുന്നു. നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിരുന്നു. അപ്പം CMഉം ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. CM ഫോട്ടോ എടുക്കാൻ ഇല്ല, ഞാൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് CM പോയായിരുന്നു. അതിന് വേറെ രീതിയിൽ വിവാദമായിട്ട് മാറി നിൽക്കാൻ അപ്പൊ പറഞ്ഞു. ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് കൈ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന്. ഇനി റിയലായിട്ട് അവിടെ എന്താണ് CM ഈ പെങ്കൊച്ചിന്റെ അടുത്ത് പറഞ്ഞേ നമുക്കൊന്ന് കേൾക്കാം. കേട്ടില്ല? അവിടെ ഇരുന്ന ക്യാമറയും എല്ലാരും കേട്ട് മാറി നിൽക്കി അങ്ങോട്ട് എന്ന് പറയുന്നത് ആ കൊച്ചു മാത്രം കേട്ടില്ല ഗൈസ്. അതാണ് പറഞ്ഞത്. പറ്റൂല, മനസ്സിലായോ? ഇവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അവിടെ ഇവരുടെ ഈ ചുമലക്കാരുടെ ഗ്രൂപ്പിലോട്ട് പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് പാലിച്ചവിടെ നിന്നോടും. അതാ പറഞ്ഞ അടിമകൾ. കറക്റ്റ് പേരാണ്, അങ്ങനെ തന്നെ വിളിക്കുന്നതാണ് നല്ലത്. ആ പെങ്കൊച്ച് അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് ഏറ്റവും അവസാനം അത് തന്നെ വന്ന് CM ഒന്നും ചെയ്തില്ല എന്ന് ന്യായീകരിക്കേണ്ട അവസ്ഥ വരുന്നു. ഇവിടെ നമ്മുടെ ദാസ് പി ജോർജോ ആ അണ്ണൻ അവിടെ ഒരു ചോദ്യം ചോദിച്ചോളൂ. എന്നിട്ട് അണ്ണൻ തന്നെ വന്ന് ഞാനാണ് കുറ്റം ചെയ്തത്, CM ഒന്നും ചെയ്തിട്ടില്ല, CM നിരപരാധിയാണ് എന്ന് പറയേണ്ട ആവശ്യകത വരികയാണ്. ഈ സമയത്ത് ഞാൻ വേറൊരാളെ ഓർത്തുപോവുകയാണ്, നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടിയെ. ഈ സെയിം സിറ്റുവേഷൻ 2016 സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ഞാനൊന്ന് കാണിക്കാം. സമാനമായ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. 2016 ഏപ്രിൽ ഇടുക്കിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തന്നെയായിരുന്നു ഈ പ്രതികരണം. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം പൂട്ടുക UDFന്റെ മദ്യനയം അനുസരിച്ച് 2 കൊല്ലത്തെ പൂട്ടിക്കഴിഞ്ഞു. അത് പൂട്ടുവോ? ഇതൊക്കെ അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റയടിക്ക് പൂട്ടാറുള്ളത്. ആ ഒരു സന്തോഷം ഈ 2 വീഡിയോ കണ്ടപ്പോൾ എന്റെ ഫേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അത് ആളുകളിൽ ഒരു സന്തോഷം ഉണ്ടാക്കി അവിടെ അതിനെ ഒരു ചിരിയായിട്ട് മാറ്റി. ആ ഒരു ഹാപ്പിനെസ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ ഇപ്പോഴത്തെ CMന്റെ കാര്യത്തിൽ കിട്ടൂല. ഇത് വരുമ്പോഴേ എന്റെ പൊന്നാണോ, ഇടിക്കാനാണോ, കൊല്ലാനാണോ, തെറി പറയാനാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പുള്ളിയുടെ ഈ ഒരു ആംഗ്രി ഫേസ്, ഒരു സ്ഥായി ഭാവം കാണുമ്പോൾ തന്നെ സത്യം പറയോ പേടിയാവും. അതൊക്കെയാണ് മുഖ്യൻ. ജനങ്ങളായിട്ട് കാണുന്നു, ഇത് ജനങ്ങളെ അടിമകളായിട്ട് കാണുന്നു. ഒരിക്കലും അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാന്നേ വിചാരിക്കരുത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നും വിചാരിക്കരുത്. ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മൈക്ക് കടിച്ചു പറിക്കുന്ന, മൈക്ക് പിടിച്ചു പറിക്കുന്നൊക്കെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറുനാട് ഇരുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പുള്ളിയാനത് വെക്കുന്നുണ്ട്. ഞാനൊന്ന് വെച്ച് തരാവേ. താൻ പ്രസംഗിച്ചപ്പോൾ മൈക്കിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ആ മൈക്ക് വലിച്ചു പറിച്ചു പൊട്ടിച്ച ആളാണ് പിണറായി വിജയൻ. നമുക്കത് മറക്കാൻ കഴിയുമോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ
പിന്നീട് മറ്റൊരു പരിപാടിയിൽ മൈക്കിന് ഒരു മൂളിച്ച കേട്ടപ്പോൾ മൈക്കിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മൈക്കിനെ പ്രതി ചേർത്ത രാജാവാണ് പിണറായി വിജയൻ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ കാട്ടാക്കടയിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പിണറായി വിജയന് തന്റെ പ്രസംഗത്തിനിടയിൽ നാമജപം കേട്ടപ്പോൾ അതൃപ്തിയുണ്ടായി. തൊട്ടടുത്ത് നാമജപം ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. IB സതീഷും ശിവൻകുട്ടിയും ഒക്കെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇറങ്ങി ഓടി മൈക്ക് ഓഫ് ആക്കേണ്ടി വന്നു. പിണറായി പ്രസംഗിക്കുന്നത് ചെണ്ടക്കാർ അറിഞ്ഞില്ല. അവർ ചെണ്ടകൊട്ടി. എന്തായിരുന്നു അന്നത്തെ മേളം? സർക്കാർ ജീവനക്കാർക്ക് സാമൂഹ്യ സുരക്ഷ ഒരുക്കുക എന്നത് മാതൃക തൊഴിൽദാതാവെന്ന നിലയിൽ സർക്കാരിൻ്റെ കടമയാണ്. ഇപ്പോൾ എൻ്റെ സംസാരമെല്ലാം നിങ്ങൾ കേൾക്കുക. ഈ ഡ്രമ്മിൻ്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ച് നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിൻ്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കും. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, ഈ കാണിച്ചതിനെപ്പറ്റി അവസാനിപ്പിക്കുന്നു. പരിപാടിയിൽ അവതാരിക എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിണറായി പൊട്ടിത്തെറിക്കും. നന്ദി പിണറായി എന്ന് പറഞ്ഞ അവതാരികയോടെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചാൽ മതി. അപ്പൊ സഖാവിന്റെ കുസൃതികളെയൊക്കെ പറയാനാണെങ്കിൽ ഒരു ലോഡുണ്ട്. അത്രയ്ക്ക് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ ഇലക്ഷൻ എടുത്ത സമയത്ത് ഓടി നടന്ന് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു. മോഹൻലാലിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. ഇതിനെന്തോ 11 ലക്ഷത്തി സംതിങ് റുപ്പീസ് ചെലവായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുജിത് ഭക്തന്റെ പോഡ്കാസ്റ്റിലൊക്കെ പോയിരിക്കുന്ന കണ്ടു. പോയിരുന്നിട്ട് എന്താ വെളുപ്പിക്കലാണ്. അല്ല, പഴയ ഒരു സാധനം ഉണ്ടല്ലോ, കടക്ക് പുറത്ത്, അതിനെയൊക്കെ വെളുപ്പിച്ച് വെച്ചേക്കുന്ന രീതി കാണണം. അതിനകത്ത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. മീഡിയക്കാരാണ് അത് അങ്ങനെ മാറ്റിയതെന്ന്. അത് ഞാൻ വളരെ നോർമലായിട്ട് പറഞ്ഞ കാര്യമാണ്. അത് മീഡിയക്കാർ അങ്ങനെ മാറ്റിയതാണെന്ന് ഒന്ന് കേൾക്കണേ. താങ്കൾ പണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. അത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ താങ്കളെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അപ്പം പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുള്ളി കടക്ക് പുറത്തെന്ന് പറയത്തില്ലല്ലോ അല്ലേ എന്നൊക്കെ. അങ്ങനെ പലരും രസകരമായിട്ടും ഈ പറഞ്ഞ പോലെ കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ സന്ദർഭമാണല്ലോ പ്രധാനം. സന്ദർഭം ക്ഷണിക്കാത്തൊരിടത്ത് ഒരു കൂട്ടർ എത്തിപ്പെടുകയാണ്. അവരെ ക്ഷണിച്ച കാര്യമല്ല, അവർ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സംഭാഷണം നടക്കുന്നതാണ്. ആ സംഭാഷണത്തിന് മീഡിയയുടെ പ്രസൻസേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഞാനെത്തുമ്പോൾ ഇവരെല്ലാവരും ആ മുറിയിൽ ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. സാധാരണഗതിയിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. അതെ അതെ, വളരെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഇടക്ക് പുറത്ത്. സാധാരണഗതിയിൽ പറയുന്നതാണ് സാർ. എന്ത് പാവോടാ, പുള്ളിക്കന്നെ തെറ്റിദ്ധരിച്ച്. ഒരു കണ്ണൂർ ഭാഷയാണോ? അത് സാധാരണ പറയുന്നൊരു കാര്യമല്ലേ. പുറത്ത് കിടക്കുന്നു പറയും, കടക്ക് പുറത്ത് എന്ന് പറയും. അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ലേ. ഓക്കെ, ശരി. ആ സംഭവം നടന്നതിന് ശേഷമായിരുന്നു കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാൻ യാത്രകളൊക്കെ ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടന ദിവസം ഞാനും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞുള്ള ആദ്യത്തെ വിമാനം എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമായിരുന്നു, ഇൻഡിഗോ ആയിരുന്നു എന്ന് ഓർമ്മയില്ല, തിരുവനന്തപുരത്തേക്ക് പോവാണ്. അതിൽ താങ്കളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട് റോയിലെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ താങ്കളും കൂടെ അതിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആ ഫ്രണ്ട് റോയിൽ സീറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുടെ സീറ്റൊക്കെ എയർലൈൻ മാറ്റി വേറെ സീറ്റിലേക്ക് മാറ്റി അത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തു. അപ്പോൾ ഈ വിമാനത്തിൽ വെച്ച് എനിക്ക് താങ്കളോട് വന്നൊരു ഹലോ പറയണമെന്നും ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കടക്ക് പുറത്ത് വിവാദമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആ സമയത്ത് വന്ന് താങ്കളുടെ ഒരു ഹലോ പറയാൻ പോലും പേടിയായി. കാരണം താങ്കൾ അയ്യോ പോകാഞ്ഞത് നന്നായി. പോയായിരുന്നു ഉറപ്പാണ് പട്ടിത്താറ്റി താറ്റി വിട്ടേനെ. നിന്റെ പേര് തന്നെ ഭക്തിയുള്ളവനല്ലേ, നീ നമ്മുടെ പാർട്ടിക്ക് അഗ്നിസ്റ്റ് ആയിട്ടുള്ളവനാണ്. ഇവനെ ഫ്ലൈറ്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ വേണേ പറഞ്ഞേനെ. പോകാഞ്ഞ കാര്യമായി. പ്രതികരിക്കും എന്നുള്ള ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം പല ആളുകളിലേക്കും അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ആ ഒരു കാര്യത്തിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് മീഡിയയുടെ രീതി. അതെ, അതൊക്കെ മീഡിയ സൃഷ്ടിക്കുന്നതാണ്. ഓക്കെ, മീഡിയയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരുപാട് ചാർത്തിത്തരലുകൾ എല്ലാം മീഡിയയുടെ തലയിൽ നൈസായിട്ട് ഇട്ട് കൊടുത്തങ്ങ് ഒഴിവായി എന്നുള്ളതാണ്. ആ ഒരു സീൻ കാണുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും എന്താണ് നിങ്ങൾ അവിടെ ഉദ്ദേശിച്ചത്. അത് കൂടുതൽ കിടന്ന് മെഴുകി വരണ്ട് ഇങ്ങനെ ആവണ്ട. കഴിഞ്ഞ ദിവസം മറ്റേ മനോരമയ്ക്കകത്ത് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ജി സുധാകരനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത കെ സുധാകരനെ പോലെ ഒരാൾ പാർട്ടിക്കാർക്ക് മാതൃകയാകുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണ് ഈ കാര്യത്തിൽ. അത് നോക്കിയാൽ കാണേണ്ടത് ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. അതിന് വേറെ വാക്കില്ല എന്റെ നിഘണ്ടുവിൽ. എത്രയൊക്കെ
എത്ര വിനയം വാരിക്കോരി വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിക്കിടക്കുന്ന തൊട്ടിത്തരങ്ങൾ തള്ളി തള്ളി പുറത്തോട്ട് വരുമെന്ന് പറയുന്നത് പുള്ളിയുടെ കാര്യത്തിൽ 100 അല്ല 150% ശരിയാണ്. PR ഒരു സൈഡിൽ നിന്ന് വെളുപ്പിച്ച് വരുമ്പോഴാണ് പുള്ളിയുടെ വായത് എന്തേലും ഇതുപോലെ വീഴുന്നത്. കഷ്ടപ്പെട്ട് അവർ വെളുപ്പിച്ച് വരും, അണ്ണം കൊണ്ടുവന്ന് കല ഉടയ്ക്കും. ഈ ഒരു ധാർഷ്ട്യം ഒരു 5 കൊല്ലം കൂടി ഇനി ജനങ്ങൾക്ക് സഹിക്കാൻ വയ്യ, നമുക്ക് വയ്യ സീരിയസ്ലി. ഇനിയെങ്കിലും ജനങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഞാനങ്ങനെ ഈ ആഗ്രഹം പറയുമ്പോഴേ എൻ്റെ ഒരു ഡൗട്ട്, ഇനി ജനങ്ങൾക്ക് അബദ്ധം പറ്റിയില്ലെങ്കിൽ മറ്റേ അവന്മാർ ജയിക്കും. കള്ളന്മാരുടെ കയ്യിൽ നിന്ന് കൊള്ളക്കാരുടെ കയ്യിലോട്ട് നമ്മൾ പോയ അവസ്ഥയാവും. ഇതിപ്പോ ആരുടെ കയ്യിൽ ഈ ഭരണം പോയാലും നമ്മുടെ കാര്യം കാര്യമൊന്നുമില്ല. ഇതിനെയൊക്കെ ചുമക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇതൊക്കെ അനുഭവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം വീണ്ടും ബാക്കിയാണ് ഗൈസ്. ഇനി എന്തൊക്കെ ഇതുമാതിരിയുള്ള ഐറ്റംസ് കാണേണ്ടി വരുമോ എന്തോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. PR പടി നടക്കട്ടെ, നല്ല രീതിയിൽ വെളുക്കട്ടെ. വെളുപ്പിച്ച് ഏറ്റവും അവസാനം കേരളം വെളുപ്പിക്കരുതേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം.